ആർത്തി മൂത്ത് ഭ്രാന്തായതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവാല്ലേ. അപ്പോൾ ഇതാണ് പ്രശ്നം. ആർത്തിയാണ്, നികിയാണ് സൂപ്പർ. നികിയാണ് സൂപ്പർ, അത് കുഴപ്പമില്ല, അത് എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, കാരണം അവൾ സൂപ്പറാണ്. പക്ഷെ ഫസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, ആർത്തി ആണ്. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മളെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. ഒന്നുമില്ല, നമ്മളെ ഫ്രണ്ടും നമ്മളെ അയൽവക്കത്തെ നമ്മളെ മുബീനെയൊക്കെ നമുക്ക് ബിരിയാണിയൊക്കെ തരുന്ന ആ ഒരു വ്ളോഗ്. അപ്പോൾ അത് കണ്ടിട്ട് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കമൻ്റാണിത്. ആർത്തിയാണ്, അതുപോലെ തന്നെ എന്താ പറയുക, എന്താ ഞാനത് കമൻസ് ഇവിടെ ഞാനിവിടെ കൊടുക്കാം. എന്തായാലും ആർത്തിയാണ്, അതുപോലെ തന്നെ ഈ പെണ്ണ് ഉണ്ടാക്കിച്ചിരിക്കുന്നു, വെറുപ്പിക്കൽ, എന്തൊക്കെയോ പറയുന്നു, ഇത്രയും ആക്രാന്തമാണോ, ബിരിയാണി ഒന്നും കാണാത്തവരെ പോലെ, ചിരി, ബോറ്, ഇങ്ങനെ എനിക്ക് കുറച്ച് കമൻസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ, ആ ഒരു 1-2 കമൻസ്. അല്ലാണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെ പേരോ കാര്യങ്ങളൊന്നും ഞാനത് പറയുന്നില്ല കേട്ടോ. കാരണം എന്തിനാണ്, അവർക്ക് മനസ്സിൽ തോന്നിയ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളായിരിക്കും അവർ കമൻ്റായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ടാവുക. ഇതുപോലെ കമൻ്റായിട്ട് അറിയിക്കാത്തവരും ഉള്ളിലിങ്ങനെ തോന്നിയ ആൾക്കാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ ആ ഒരു എൻ്റെ ഒരു എക്സ്പ്രഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ അഭിനയിക്കുന്നതായിട്ട് തോന്നിയതാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്രാന്തം ഇതുപോലെ ആർത്തി കാണിച്ചതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ന്യായമാണോ അല്ലയോ എന്ന് നിങ്ങളതിനെ അത് കേട്ടിട്ട് പറയും. ഞാൻ എന്താ ഇവിടെ കൊടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഞാൻ വായിക്കാം. എന്തായാലും ഞാനൊരു റിപ്ലൈ കൊടുത്തു കേട്ടോ. ഇത് ആർത്തിയല്ല, സന്തോഷം, സ്നേഹം എന്നൊക്കെ ഞങ്ങൾ പറയും. നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹത്തോടെ ഒരു ഭക്ഷണം തരുമ്പോൾ അത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വാങ്ങിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് സത്യമാണ്, ഞാൻ കൊടുത്തൊരു റിപ്ലൈ ആണത്. പിന്നെ അത് ഞാൻ ചെയ്തു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ അഭിനയിക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ എന്തിനാ അഭിനയിച്ചിട്ട് ഇതിനകത്ത് കാണിക്കേണ്ട ആവശ്യം? എന്നെ അറിയാവുന്നവർക്ക് എന്തായാലും അറിയാം ഞാൻ ഇങ്ങനെയാണ്. ഇപ്പോഴും എനിക്ക് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ചീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതുകൊണ്ട് ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനത് കൊടുത്ത കമൻസ് ഇപ്പം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് എന്തോ ഒരു അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇന്ന് ഭക്ഷണത്തിന്, എന്ന് ഒരു മിക്ക ആൾക്കാർക്കും ഭക്ഷണത്തിന്, ചിലപ്പോൾ മറ്റുള്ള എന്തിനും നമുക്ക് കുറവുണ്ടാവും, പക്ഷേ ഭക്ഷണത്തിന് ഇന്ന് വലിയ പണ്ടത്തെ ആ ഒരു കുറവ് ഒരുപാട് പേര് ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്നാലും നമ്മളിൽ കുറച്ചാൾക്കാർക്കെങ്കിലും ഭക്ഷണത്തിന് ഇന്ന് യാതൊരു കുറവും ഇല്ല, ദൈവം സഹായിച്ച് ഇന്നേ നിമിഷം വരെ. നാളെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ പറയുകയാണ്, പിന്നെ ആക്രാന്തം കാണിക്കേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ ആർത്തി കാണിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. പക്ഷേ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അവർ നമുക്ക് എത്ര സ്നേഹത്തോടെ ആയിരിക്കും, എത്ര ഒരു മനസ്സിൽ ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ല രസത്തിൽ ആക്കിയിട്ട് കൊടുക്കണം എന്ന് എത്ര സ്നേഹത്തോടെ വിചാരിച്ചിട്ടായിരിക്കും അവരൊരു സാധനം ആക്കിയിട്ട് നമ്മളെ കയ്യിലോട്ട് തരുന്നത്. അത് നമ്മളിങ്ങനെ പിടിച്ചു നിന്നിട്ട് നമ്മൾ വാങ്ങിക്കുക വേണ്ടേ, അല്ലേ? അങ്ങനെയല്ല. നമുക്കത് കിട്ടുമ്പോൾ ഒരു സ്നേഹം തന്നെയാണ്, ഒരു സന്തോഷം തന്നെയാണ്, ഒരു ആഹ്ലാദം തന്നെയാണ്. ഞാനത് അഭിനയിച്ച് കാണിച്ചതോ അല്ലെങ്കിൽ ഒന്നുമല്ല. എനിക്ക് എന്താണോ അന്നേരം തോന്നിയത്, ഞാനതിപ്പോൾ വീഡിയോയിലല്ലെങ്കിൽ കൂടിയും ഞാൻ ആ കുഞ്ഞുമോള് വരുന്നതെന്ന് പറഞ്ഞപ്പോഴും, അതുപോലെ തന്നെ നമ്മളപ്പുറത്ത് നമ്മളെ മുബിനൻ്റെ മോൻ വരുന്നതെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആഹ്ലാദം തന്നെയാണ്. അതെനിക്ക് ആർത്തി എന്നൊരു പേരിട്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നില്ല, നിങ്ങളിൽ ഒരാളോ രണ്ടാളോ പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. അതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല, കാരണം ഞാൻ ആ ഒരു മൈൻഡിലെടുക്കുന്നതാണ്. പക്ഷെ എനിക്കത് പറയണം എന്ന് തോന്നി, കാരണം അവരൊന്നോ രണ്ടോ പേര് ചിലപ്പോൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു 10 ആൾക്ക് വേറെയും എക്സ്ട്രാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും എന്നും ഞാൻ മനസ്സിൽ വിചാരിച്ച്. അപ്പോൾ ഒരിക്കലും എന്തായാലും നമ്മൾ ഞാൻ എന്താണോ അത്, എന്നെ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാനിങ്ങനെയാണ്. കുറച്ച് ഓവറാണെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം, ചില ആൾക്കാർ വിചാരിക്കും എന്നെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാർ വിചാരിക്കും അത് സനിത അങ്ങനെയാണ്, അത് സനിതേൻ്റെ ആ ഒരു ഇത് അങ്ങനെയാണെന്ന് എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഒരു ഭക്ഷണത്തോട് ഒരു ഇത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ബിരിയാണി കാണാണ്ട് വന്ന് വീണിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ചോറ് വെക്കുന്നത് പോലെ തന്നെ അല്ലേ, ബിരിയാണി ഇന്നൊരു വീട്ടിൽ സുലഭമാണ്. അതുകൊണ്ട് അതിനത്ര വലിയ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാനിപ്പോൾ അത് വീഡിയോയിലാണെങ്കിലും വീഡിയോയിലല്ലാണ്ടാണെങ്കിലും വീഡിയോ എടുക്കാത്ത സമയത്ത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പേര് കൊണ്ടുവന്ന് തരലുണ്ട്.
അപ്പോൾ അവരെൻ്റെ ഇതേ റിയാക്ഷൻ തന്നെയായിരിക്കും അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാവുക. ഇതേ സന്തോഷത്തോടു കൂടിയും ഒക്കെ തന്നെയാണ് ഞാനത് സ്വീകരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിലുള്ള തെറ്റുണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ശരികളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെന്താ പറയണ്ടേ, പെരുന്നാളിൻ്റെ ഒരു സന്തോഷത്തോടൊരു വ്ളോഗായിരുന്നത്. അതിനകത്ത് ഇങ്ങനെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതൊന്നും വിചാരിച്ചിട്ട് ഞാൻ തളരില്ല. ഇനിയും ഭക്ഷണങ്ങളായാലും സ്നേഹ സമ്മാനങ്ങളായാലും എന്ത് ലഭിച്ചാലും സനിതയുടെ എക്സ്പ്രഷൻ ഇതായിരിക്കും. ഇതേപോലെ അങ്ങോട്ട് മുന്നോട്ട് പോവും. ഇതിൽ യാതൊരു മാറ്റവും ദൈവമേ മരണം വരെ ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ ജന്മനാ നമ്മൾക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ അങ്ങറ്റം വരെ എത്തിക്കാൻ ശ്രമിക്കണം. അല്ലേ? അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അങ്ങനെയൊന്നും ആവരുത് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഞാനെന്താണോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ. ചുമ്മാ ഒന്ന് ഇപ്പം രാത്രി ആട്ടാ ഞാൻ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. എനിക്കെന്തോ പറഞ്ഞിട്ട് കിടന്നാലേ ഇത് ഉറക്കം വരുള്ളൂ എന്നൊരു തോന്നൽ. അതുകൊണ്ട് രാത്രി തന്നെ എടുത്തിട്ട് എന്ന് വെച്ചാൽ രാവിലെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ രാത്രി ഉണ്ടത് അതുകൊണ്ട് ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ആ പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അവരോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഞാൻ കുറച്ച് ആൾക്കാരും കൂടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.